അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഈ സമയത്താണ് റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ട് ഒന്ന് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. മുമ്പത്തെ റിസൾട്ടും അതുപോലെ ഇപ്പോൾ വന്ന റിസൾട്ടുമായി തമ്മിൽ വല്ല വ്യത്യാസങ്ങളുണ്ടോ, കൂടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇവിടെ നമ്മൾ സാധാരണ സൈറ്റിൽ സെർച്ച് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് സെർച്ച് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് കുട്ടിയുടെ ജനറൽ ആണെങ്കിൽ ജനറൽ കൊടുക്കുക, സിലബസ്, അതുപോലെ ക്ലാസ് ഏതാണെന്നും അതുപോലെ രജിസ്റ്റർ നമ്പറും കൊടുക്കുക. തൽക്കാലം ഞാനിവിടെ വേറൊന്ന് കൊടുക്കുകയാണ്. മുമ്പുണ്ടായിരുന്ന റിസൾട്ടിൽ തന്നെ മാറ്റങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാകും. മുമ്പത്തെ റിസൾട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടോ അതല്ലെങ്കിൽ മറ്റെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ല, കുട്ടിക്ക് കിട്ടിയ മുമ്പുണ്ടായിരുന്ന മാർക്കും ഇപ്പോൾ കിട്ടിയ മാർക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കി വെക്കുക. അതുപോലെ തന്നെ സ്ഥാനത്തിൻ്റെതും, ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഇതിന് മുമ്പ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായവരുണ്ടാകും, ചിലപ്പോൾ ടോപ്പ് പ്ലസിലേക്ക് മാറിയവരുണ്ടാകും. അതൊക്കെ നോക്കി വെക്കുക. പിന്നെ മദ്രസ റിസൾട്ടാണ് പിന്നെ ഉള്ളത്. നമ്മളെ റേഞ്ച് റിസൾട്ട് വന്നിട്ടില്ല. റേഞ്ച് റിസൾട്ട് ചിലപ്പോൾ കുറച്ച് അപ്ഡേറ്റിംഗ് എന്തെങ്കിലും നടക്കാനുണ്ടാകും, അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ മദ്രസ റിസൾട്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സിലബസ് സെലക്ട് ചെയ്ത ശേഷം ഏത് ക്ലാസ്സിൻ്റെയാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ശേഷം താഴെ എന്ത് ചെയ്യുക, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, മദ്രസ രജിസ്റ്റർ നമ്പർ വേണ്ട കേട്ടോ, ആ നമ്പർ എന്ത് ചെയ്താൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് വരും കേട്ടോ. ഇവിടെ തൽക്കാലം ഞാൻ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നബഉൽ ഹുദ എന്ന് പറയുന്ന മദ്രസയുടെ റിസൾട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ മുമ്പ് നമ്മുടെ റിസൾട്ടിൽ വന്ന മാറ്റങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ആദ്യം എത്രയാണോ പിന്നെ എത്രയാണെന്ന് നമുക്കൊന്ന് ഇവിടെ തന്നെ നോക്കാൻ കഴിയും കേട്ടോ. മൊത്തത്തിൽ നേരം പോലെ ഒരു വിദ്യാർത്ഥിയുടെ ഓരോ വിഷയത്തിലും ഉണ്ടായിരുന്നതും മുമ്പത്തെ വിഷയത്തിലുണ്ടായിരുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നേരെ കാണാം. മുമ്പത്തെ വിഷയത്തിലുള്ളത് നമുക്ക്, അതായത് മുമ്പുണ്ടായിരുന്ന റിസൾട്ടിൽ ഉണ്ടായിരുന്ന മാർക്ക് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നേരെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നോക്കുക. അതുപോലെ തന്നെ സ്ഥാനത്തിൻ്റെതിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഓരോ കുട്ടിക്കും ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. ടോപ്പ് പ്ലസ് ഒക്കെ മാറിയേക്കാം, ചിലപ്പോൾ ഡിസ്റ്റിങ്ഷനിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടിയേക്കാം, ചിലപ്പോൾ മാർക്ക് 2-3 കൂടിയേക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാവരുടെ റിസൾട്ടും. പിന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ അവിടെ ഉണ്ടാകും, ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഇനി കിട്ടിയ ഈ റിസൾട്ടിന് പുറമെ ഇനി വേറെ റിസൾട്ടൊന്നും വരാനില്ല. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുനർമൂല്യനിർണ്ണയത്തിന് വീണ്ടും കൊടുക്കാൻ കഴിയില്ല. അതായത് റീവാലുവേഷന് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, അപേക്ഷിക്കാൻ കഴിയില്ല. ഇതോടുകൂടെ നമ്മുടെ റിസൾട്ട് ലാസ്റ്റാണ്, ഫൈനലാണ്. ഇനി ഇതോടുകൂടെ ഇനി വേറെ റിസൾട്ടും വരാനില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാറ്റം പഴയ റിസൾട്ടിൽ നിന്നും അതുപോലെ ഇപ്പോഴത്തെ റിസൾട്ടിൽ വന്ന മാറ്റം താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്ഥാനം മാറിയിട്ടുണ്ടോ അതുപോലെ മാർക്ക് വല്ലതും കൂടിയിട്ടുണ്ടോ എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.